കാരുണ്യമായി നമ്മുടെ കൂടെയായിരിക്കുന്ന തിരുവോസ്തുരൂപനെ നമുക്ക് ആരാധിക്കാം. ഈ കരുണയുടെ തിരുമണിക്കൂറിൽ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് ഇത്രമാത്രം കരുണ ചൊരിയുന്നതിനെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിന് മുമ്പിലായിരിക്കാം. നമ്മുടെ ജീവിതങ്ങളെ കർത്താവിന് മുമ്പിലായിരുന്നു കൊണ്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്നൊരു കാര്യം, നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങളും ദൈവത്തിൻ്റെ വലിയ ദാനമാണ്. ദൈവം നമ്മളെ ഇത്രമാത്രം കനിഞ്ഞ് അനുഗ്രഹിച്ചിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ ഇത്രമാത്രം സുഗമമായി നടക്കുന്നത്. നമ്മളെ ഓരോരുത്തരെയും ഇത്രമാത്രം കരുതലോടെ, ഇത്രമാത്രം സ്നേഹത്തോടെ, കാരുണ്യത്തോടെ നോക്കി പാർക്കുന്ന നമ്മുടെ കർത്താവിനെ ഈ നിമിഷം നമുക്ക് ആരാധിക്കാം. കരുണയുടെ തിരുമണിക്കൂറിൽ നമുക്ക് പ്രാർത്ഥിക്കാവുന്ന കാര്യം, കർത്താവേ, നിനക്ക് ഞങ്ങളോടുള്ള അനന്തമായ കരുണ എന്തുമാത്രമുണ്ടെന്ന് തിരിച്ചറിയുവാനും ആ തിരിച്ചറിവോടുകൂടെ ഞങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാനും ഞങ്ങളെ സഹായിക്കണമെന്ന് ഇന്ന ദിവസം പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ആദ്യം നമ്മളെ വചനം പഠിപ്പിക്കുന്നൊരു കാര്യം, ദൈവം സ്നേഹമാണ്. അതുപോലെ തന്നെ വീണ്ടും നമ്മളെ പഠിപ്പിക്കുന്നൊരു കാര്യം, കർത്താവ് കാരുണ്യവാനാണ്, കരുണാസമ്പന്നനാണ്. ഈ ഒരു കാര്യം നമ്മൾ വചനത്തിൽ പല സ്ഥലങ്ങളിൽ കാണുന്നുണ്ട്. കാരണം കൂടെ കൂടെ കർത്താവ് വെളിപ്പെടുത്തുന്ന ഒരു കാര്യം ഇത് തന്നെയാണ്, ഞാൻ കരുണാസമ്പന്നനാണ്. എഫെസസിലെ സഭയ്ക്കെതിരെ ലേഖനം 2-ാം അധ്യായം 4-ാമത്തെ വചനത്തിൽ പ്രകാരം പറയുന്നു, എന്നാൽ നമ്മൾ പാപം വഴി മരിച്ചവരായിരുന്നിട്ടും കരുണാസമ്പന്നനായ ദൈവം നമ്മോട് കാണിച്ച മഹത്തായ സ്നേഹത്താൽ ക്രിസ്തുവിനോട് കൂടെ നമ്മെ ജീവിപ്പിച്ചു. കൃപയാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടു. എന്നാൽ നമ്മൾ പാപം വഴി മരിച്ചവരായിരുന്നിട്ടും കരുണാസമ്പന്നനായ ദൈവം നമ്മോട് കാണിച്ച മഹത്തായ സ്നേഹത്താൽ ക്രിസ്തുവിനോട് കൂടെ നമ്മെ ജീവിപ്പിച്ചു. കൃപയാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, പൗലോസ്ലീഹ എഫെസോസിലെ സഭയ്ക്കെതിരെ ലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നൊരു കാര്യം, ദൈവത്തിൻ്റെ വലിയ കരുണാസമ്പന്നതയിൽ നിന്ന്, ദൈവത്തിൻ്റെ വലിയ സ്നേഹത്താൽ നമ്മളെ ഓരോരുത്തരെയും രക്ഷിക്കുവാൻ തീരുമാനമായി. നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് ദൈവം നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം എന്താണ്, അല്ലെങ്കിൽ ഏറ്റവും വലിയ ദാനം എന്താണ് എന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് വേറെ ഒന്നുമല്ല, യേശു ക്രിസ്തു തന്നെയാണ്. പിതാവായ ദൈവം മനുഷ്യവംശത്തെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് ദൈവം വെളിപ്പെടുത്തി തൻ്റെ പുത്രനെ പോലും ലോകത്തിലേക്ക് അയച്ചുകൊണ്ടാണ് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി. നമ്മളിലാരും നശിച്ചു പോകാതിരിക്കാൻ, നമ്മളെല്ലാവരും നിത്യജീവൻ അവകാശമാക്കുവാനായിട്ട് ദൈവം തിരുമനസ്സായി. അതിനുവേണ്ടി പാപത്തിൻ്റെ ബന്ധനത്തിലായിരുന്നു നമ്മൾ. വീണ്ടും ആ ഒരവസ്ഥയിലേക്ക് കൂപ്പുകുത്തിപ്പോകാതെ കർത്താവിൻ്റെ സ്നേഹത്താലും കാരുണ്യത്താലും എൻ്റെ സുപുത്രനെ അയച്ചുകൊണ്ട് കർത്താവ് നമ്മളെ ഓരോരുത്തരെയും വീണ്ടെടുത്തു. ഈ ഒരു വലിയ രഹസ്യം നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിറയുന്നത് ആ ഒരു ദൈവിക ചൈതന്യം. ഈ ദൈവിക ചൈതന്യം നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ തിരിച്ചറിവോടുകൂടെ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ സാധിക്കത്തുള്ളൂ. സ്നേഹത്തോടെ, കാരുണ്യത്തോടെ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. എന്തുമാത്രം ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾ അനുഭവിച്ചറിയുന്നോ അത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. സ്നേഹത്തോടുകൂടി ആയിരിക്കുവാനും കാരുണ്യത്തോടെ പെരുമാറുവാനും ഞാൻ തീരുമാനമെടുക്കും. കാരണം എൻ്റെ ഉള്ളിൽ നിലനിൽക്കുന്നത് ദൈവിക ചൈതന്യമാണ്, ദൈവിക സ്നേഹമാണ്, ദൈവത്തിൻ്റെ വലിയ കരുണയാണ്. സുവിശേഷത്തിൽ നമ്മൾ കാണുന്നൊരു കാര്യം, സക്കൈവൂസിൻ്റെ വലിയ ആഗ്രഹമായിരുന്നു യേശുവിനെ ഒന്ന് കാണണം. അവൻ സിക്കമോർ മരത്തിൽ കയറുകയാണ്. പക്ഷേ യേശുവിനെ കണ്ട നിമിഷം മുതൽ അവൻ്റെ ഉള്ളിൽ വലിയ മാറ്റം സംഭവിക്കുകയാണ്. യേശുവിൻ്റെ ഭവനത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ അവൻ്റെ ചിന്തകളും മനോഭാവങ്ങളും ഒക്കെ മാറി.
അവനൊരു പുതിയ സൃഷ്ടിയായിട്ട് മാറി. ഇതാണ് ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ ദൈവം വന്നു കഴിയുമ്പോൾ സംഭവിക്കുന്ന വലിയ മാറ്റം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ കരുണയുടെ തിരുമണിക്കൂറിൽ നമ്മളും പ്രാർത്ഥിക്കുന്ന കാര്യം, നമ്മുടെയൊക്കെ പാപങ്ങൾക്ക് വേണ്ടി ദൈവം എത്രമാത്രം ത്യാഗം സഹിച്ച് വേദന സഹിച്ച് നമ്മൾ ഓരോരുത്തരെയും വീണ്ടെടുക്കുവാനായിട്ട് ദൈവം തിരുമനസ്സായി. മനുഷ്യവർഗത്തോടുള്ള ദൈവത്തിൻ്റെ അനന്തമായ ആ ഒരു വലിയ സ്നേഹമാണ് നമ്മൾ കാണുക. കാൽവരിയിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ദൈവം നമ്മളോട് എന്തുമാത്രം സ്നേഹം കാണിക്കുന്നു. തൻ്റെ പുത്രനെ പോലും നൽകി, തൻ്റെ പുത്രനേക്കാൾ അധികമായിട്ട് നമ്മളെ ഓരോരുത്തരെയും ദൈവം സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് കാൽവരിയിൽ നമ്മൾ കണ്ടത്. ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ വെറുപ്പിനോ വിദ്വേഷത്തിനോ വിഭാഗീയ ചിന്തയ്ക്കോ സ്വാർത്ഥതയ്ക്കോ ഒന്നുമല്ല, ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ കരുണ, അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനായി നമ്മൾ ഓരോ നിമിഷവും പരിശ്രമിക്കും. കാരണം ഇത്രമാത്രം എന്നെ സ്നേഹിക്കുന്ന, എന്നെ കരുതലോടെ പരിപാലിക്കുന്ന എൻ്റെ ദൈവത്തെ ഒരു വാക്കുകൊണ്ട് പോലും ഞാൻ വേദനിപ്പിക്കത്തില്ല. ആ ഒരു വലിയ ഉറച്ച തീരുമാനത്തിലേക്ക് നമ്മൾ കടന്നു വരും. എഫെസസിലെ ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ നമ്മൾ കാണുക, ദൈവം ക്രിസ്തു വഴി നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും പരസ്പരം ക്ഷമിച്ചും കരുണ കാണിച്ചും ഹൃദയാർദ്രതയോടെ പെരുമാറുവിൻ. നമ്മുടെ ജീവിതത്തെ എപ്രകാരമാണ് കരുണയുടെ ജീവിതമാക്കേണ്ടത് എന്നും വിശുദ്ധ പൗലോസ് പറഞ്ഞു തരികയാണ്. ദൈവം ക്രിസ്തു വഴി നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും പരസ്പരം ക്ഷമിച്ചും കരുണ കാണിച്ചും ഹൃദയാർദ്രതയോടെ പെരുമാറുവിൻ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും അതുപോലെ ക്ഷമിക്കുവാനായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമ്പോൾ പലപ്പോഴും നമ്മൾ ഓരോരുത്തരും പറയാറുള്ള കാര്യമാണ്, എനിക്കൊട്ടും ക്ഷമിക്കാൻ പറ്റത്തില്ല, എനിക്കൊട്ടും ക്ഷമിക്കാൻ പറ്റുന്നില്ല, ഞാൻ പരിശ്രമിച്ചിട്ടും എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല. ആ ഒരു സംഭവത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ എനിക്ക് കൂടുതൽ ദേഷ്യം വന്നുകൊണ്ടിരിക്കുക. ഒരിക്കലും അതിനെ മറികടക്കാനോ ക്ഷമിക്കാനോ എനിക്ക് സാധിക്കുന്നില്ല. ക്ഷമിക്കണമെന്ന് വിചാരിച്ചാൽ പോലും പറ്റുന്നില്ല. അങ്ങനെ ആ ഒരു വലിയ കാര്യം. അതുപോലെ തന്നെ പലപ്പോഴും പലരുടെയും മനസ്സിലുണ്ടാകുന്ന വേറൊരു ചിന്തയാണ്, ഞാൻ എന്തിനാ ക്ഷമിക്കുന്നത്, എൻ്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ലല്ലോ, ഞാൻ ഇത്രമാത്രമൊക്കെ ചെയ്തിട്ടും എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തില്ലേ എന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും നമ്മുടെയൊക്കെ പ്രവർത്തികളെ ന്യായീകരിക്കുവാനൊക്കെ നമ്മൾ പരിശ്രമിക്കുമ്പോൾ പൗലോസ്ലീഹയുടെ ലേഖനത്തിൽ പറഞ്ഞു വയ്ക്കുന്ന കാര്യം, ദൈവം ക്രിസ്തു വഴി നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും പരസ്പരം ക്ഷമിച്ചും കരുണ കാണിച്ചും ഹൃദയാർദ്രതയോടെ പെരുമാറുവിൻ. ദൈവം ക്ഷമിച്ചവനോട് നമ്മളെന്തിനാണ് വൈരാഗ്യം വെച്ച് പുലർത്തുക? ദൈവം ക്ഷമിച്ചവനോട് നമ്മളെന്തിനാണ് ദേഷ്യം വെച്ച് പുലർത്തുന്നത്? ദൈവം ക്ഷമിച്ചവനോട് എന്തിനാണ് നമ്മൾ ഇത്രമാത്രം ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ നമ്മളെ മനസ്സിൽ സൂക്ഷിക്കുക? പ്രിയപ്പെട്ടവരെ, ഈ കരുണയുടെ തിരുമണിക്കൂറിൽ ക്രിസ്തു നമ്മളെ ഓരോരുത്തരെയും സ്നേഹിച്ചതുപോലെയും നമ്മളോട് കരുണ കാണിച്ചതുപോലെയും നമ്മുടെ ബലഹീനതയിൽ നമ്മളെ ചേർത്ത് പിടിച്ചതുപോലെയും നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനായിട്ടുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി ഈ നിമിഷം പ്രാർത്ഥിക്കാം. പുതിയൊരു വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. നല്ല തീരുമാനങ്ങൾ എടുക്കുന്ന സമയമാണ്. അവിടെ തോറ്റുപോകുന്നവരല്ല, എളിമയുടെ ഒരു ജീവിതത്തിലൂടെ നമ്മുടെ ജീവിതത്തെ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തിൻ്റെയും കരുണയുടെയും ഒക്കെ ഒരു സന്ദേശമായിട്ട് നമ്മുടെ ജീവിതങ്ങൾ മാറുവാനായിട്ടുള്ള പരിശ്രമം നമുക്ക് നടത്താം. ഈ കരുണയുടെ തിരുമണിക്കൂറിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളെ മുറിപ്പെടുത്തിയവരുണ്ടാവും, വേദനിപ്പിച്ചവരുണ്ടാവും, അത്രമാത്രം ഉപകാരങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മളെ വെറുപ്പോടെ വിദ്വേഷത്തോടെ നമ്മളെക്കുറിച്ച് അപഖ്യാതികൾ പറഞ്ഞവരൊക്കെ ഉണ്ടാവും. പൂർണ്ണമായി ക്ഷമിക്കാനായിട്ട് പരിശ്രമിക്കുക. കാരണം ദൈവം ക്ഷമിച്ചവനോട് നമ്മൾ എന്തിനാണ് വൈരാഗ്യം കാത്തു സൂക്ഷിക്കുക? എന്തിനു വേണ്ടിയാണ്? ആ ഒരു വലിയ ചിന്തയോടെ കരുണയുടെ തിരുമണിക്കൂറിൽ കർത്താവിൻ്റെ വലിയ കാരുണ്യം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിറയുവാനായിട്ട് പ്രാർത്ഥിക്കാം.
നമ്മുടെ കുടുംബങ്ങളിൽ ദൈവത്തിൻ്റെ വലിയ കരുണയും സ്നേഹവും നിറയാനായിട്ട് പ്രാർത്ഥിക്കാം. പരസ്പരമുള്ള ജീവിത ബന്ധങ്ങളിൽ കർത്താവിൻ്റെ സ്നേഹവും കരുതലും കരുണയും ഒക്കെ നിറഞ്ഞ് കരുണാർദ്ര ഹൃദയത്തോടെ പെരുമാറുവാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി ഈ നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കുവാനായിട്ടൊരുങ്ങുമ്പോൾ ഒരിക്കൽ കൂടി നമ്മുടെ ജീവിതങ്ങളിലേക്ക്, നമ്മുടെ ബോധ മനസ്സിലേക്ക് കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ചും കാരുണ്യത്തെക്കുറിച്ചും നമ്മൾ കേട്ട കാര്യങ്ങൾ കൊണ്ടുവരാം. ഇത്രമാത്രം സ്നേഹിക്കുന്ന ദൈവം, ഇത്രമാത്രം കരുണ കാണിക്കുന്ന ദൈവം, ഒരിക്കലും കൈവിടാതെ നമ്മളെ ചേർത്ത് പിടിക്കുന്ന ദൈവം, പാപത്തിൻ്റെ അവസ്ഥയിൽ നമ്മൾ വീണുപോയെങ്കിലും ഒരിക്കലും നമ്മളെ ഉപേക്ഷിക്കാതെ നമ്മളെ തേടി വരുന്ന, നമ്മുടെ കൂടെ വസിക്കുന്ന ദൈവം, ആ ദൈവത്തെ നമ്മുടെ ഹൃദയത്തിൽ ചേർത്ത് വയ്ക്കാം. ഇതാ ഈ അൾത്താരയിൽ നമ്മൾക്ക് വേണ്ടി നമ്മളെ തേടി വരുന്ന ദൈവം ഇതാ ഈ അൾത്താരയിൽ നമ്മുടെ കൂടെയായിരിക്കുന്നു. ദൈവത്തിന് നന്ദി പറയാം, ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാം. നമ്മൾ ഇത്രമാത്രം സ്നേഹത്തോടെ, നമ്മളെ കരുണയോടെ കരുതലോടെ കാത്തു പരിപാലിക്കുന്ന ദൈവം, നമ്മളെ ഒരിക്കലും ഉപേക്ഷിക്കാൻ തയ്യാറാകാതെ സ്വയം അപ്പമായി തീർന്നവൻ ഇതാ ഈ അൾത്താരയിൽ. ഈ ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും മുമ്പിൽ നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് കുടുംബജീവിതത്തെയും ജീവിതത്തിൻ്റെ ഓരോ ഭാരപ്പെടുത്തുന്ന അവസ്ഥകളെയും എല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കും. ജീവിത പങ്കാളിയും മക്കളെയും അവരുടെ മുന്നോട്ടുള്ള ജീവിതത്തിൻ്റെ എല്ലാ ആഗ്രഹങ്ങളെയും നിയോഗങ്ങളെയും എല്ലാം സമർപ്പിക്കാം. രോഗികളായിട്ടുള്ളവരെയും പ്രാർത്ഥന ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും കർത്താവിൻ്റെ കാരുണ്യത്തിൽ നിന്നൊക്കെ വ്യതിചലിച്ചു പോയവരെല്ലാം ഈ നിമിഷം ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ച്, കർത്താവേ, നിൻ്റെ കരുണ അവരുടെ മേൽ ചൊരിയണമേ, നിൻ്റെ കാരുണ്യക്കടലിൽ അവരെ കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ വ്യക്തിബന്ധങ്ങളിൽ കരുണാർദ്ര സ്നേഹത്തോടെ മറ്റുള്ളവരോട് പെരുമാറുവാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സ്നേഹത്തോടെ പെരുമാറാം, കാരുണ്യത്തോടെ ദൈവിക ചൈതന്യം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുന്നവരായി നമ്മുടെ ജീവിതങ്ങൾ മാറുവാനായിട്ട് പ്രാർത്ഥിക്കാം. ഓൺലൈനിലൂടെ ഈ ആരാധനയിൽ പങ്കെടുത്ത് കർത്താവേ, നിൻ്റെ കാരുണ്യത്തിൽ പൂർണ്ണമായി ശരണപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരുടെ നിയോഗങ്ങൾ സമർപ്പിക്കുന്നു. സമർത്ഥമായിട്ട് അനുഗ്രഹിക്കണം. താഴ്ന്ന സ്വരത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് കർത്താവ്, ഞാനെങ്കിൽ ശരണപ്പെടുന്നു എന്നുള്ള പ്രാർത്ഥനയോടെ കർത്താവിന് കരുണയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.